സർ ഈ ഒരു ഫ്ലാറ്റിൽ ചെയ്ത സമയത്ത് എന്തെങ്കിലും ഒരു ചലഞ്ചായിട്ട് ഫീൽ ചെയ്തത് എന്തെങ്കിലും ഉണ്ടോ? ഈ ഫ്ലാറ്റിനകത്ത് ചലഞ്ചസ് ആണ് ഒത്തിരി ഉള്ളത്. കാരണം ഇൻറ്റീരിയർ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ നോക്കിയപ്പോൾ നിങ്ങൾക്ക് ഈ റൂം നോക്കുമ്പോൾ ഇതൊരു ബെഡ്റൂമാണ്. ഇത് മാസ്റ്റർ ബെഡ്റൂം അല്ല, മറ്റൊരു ബെഡ്റൂമാണ്. ശരിക്കും ഇതാണ് ബെഡ്റൂമിലേക്ക് വരുന്ന ഡോറ്, എൻട്രി വരുന്ന ഡോറ്. ഈ ഡോറിൻ്റെ ഓപ്പോസിറ്റ് ഈ പോർഷനിൽ അല്ലെങ്കിൽ ഈ പോർഷനിലായിരിക്കണം ടോയ്ലറ്റ് വരേണ്ടത്. പക്ഷേ ടോയ്ലറ്റ് വന്നിരിക്കുന്നത് ആ സ്പേസിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും ഏരിയ വാക്കിംഗ് ഏരിയ ആയിട്ട് ഈ റൂമിൽ പോകുന്നു. ജസ്റ്റും ഒരു 12 ഫീറ്റ് ഇൻറ്റു 11 ഫീറ്റ് വരുന്ന റൂമാണ്. അപ്പോൾ ഇങ്ങനെ സി ഷേപ്പിലുള്ള വാക്കിംഗ് ഏരിയ അതൊരു വലിയൊരു ചലഞ്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബെഡ് അറേഞ്ച് ചെയ്യുന്നത്, കബോർഡ് അറേഞ്ച് ചെയ്യുന്നത്, അതിന് കുറച്ച് കഷ്ടപ്പെട്ടു. ശരിക്കും നല്ല കഷ്ടപ്പെട്ടു ആ ഒരു അറേഞ്ച്മെൻറ്റ്സ് കൊണ്ടുവരാനായിട്ട്. പിന്നെ ഇതിന് കൊടുത്തിരിക്കുന്നത് ഒരു തീം എന്ന് പറയുന്നത്, ആ തീം ഇവിടെ നിന്ന് തന്നെ എടുത്തതാണ്. ഈ ഫ്ലാറ്റിൻ്റെ തന്നെ ടൈലിൽ നിന്ന്, ആ ബാൽക്കണിയുടെ ടൈല് ഒരു വുഡൻ തീമാണ്. സെയിം ആ വുഡൻ തീം തന്നെ ഇതിൻ്റെ കബോർഡിനാണെങ്കിലും ബെഡിനാണെങ്കിലും മിററിനാണെങ്കിലും ആ സ്പേസ് ആ വുഡൻ തീം തന്നെ കൊടുത്തു. ഈ ബെഡ്റൂമിൻ്റെ ലൈറ്റിംഗ് നോക്കുകയാണെങ്കിൽ തന്നെ ഒരു ഓഫ് വൈറ്റ് ഗോൾഡ് ആ കളറിലാണ്, ആ ഒരു തീം ആണ് ലൈറ്റിങ്ങിൽ കൊണ്ടുവന്നിരിക്കുന്നത്. വാം ലൈറ്റ് ആണ് മുകളിൽ നിന്ന് കൊടുത്തേക്കെങ്കിലും ടോട്ടലി ഇതിൻ്റെ ഒരു പ്രകാശം നോക്കിക്കഴിഞ്ഞാൽ ആ ഓഫ് വൈറ്റ് ഗോൾഡിൻ്റെ കളറിലായിരിക്കും നമുക്ക് ഈ വെളിച്ചം മുഴുവനും അത് കിട്ടുന്നത്. അതിന് അനുസരിച്ച് തന്നെയാണ് ബെഡ് സ്പേസ് കൊടുത്തത്. ഇതെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ശരിക്കും ഒരു വൈറ്റ് കളർ അല്ലെങ്കിൽ ആഷ് കളർ കൂടെ ചേർന്ന് വരുന്ന ഒരു ടൈലാണെങ്കിലും ബാക്കി ഓരോ മെറ്റീരിയൽസും ഓരോ തിങ്സും കൊടുത്തിരിക്കുന്നത് അതിൻ്റെ കളർ പാറ്റേണിൽ ഡിഫറൻ്റ് ആയിട്ട് നിൽക്കാതെ അതിനോട് യോജിച്ച് നിൽക്കുന്ന ഒരു കളർ പാറ്റേൺ കൊടുത്തുകൊണ്ടാണ് ഓരോ റൂമും അല്ലെങ്കിൽ ഈ ബെഡ്റൂമിൻ്റെ തന്നെ ഓരോ സ്പേസും നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. The Arctic Homes Private Limited, Trivandrum, an archway to future.